നടത്തുക എന്നുള്ളതാണ് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവരെയും ഉപദേശിക്കുവാൻ കഴിയുന്ന ഒരു കൗൺസിൽ, അത് മാനവികതയുടെ പേരിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, സഹോദരങ്ങളാണ്. ഈശ്വരൻ നമ്മുടെ പിതാവാണ്, നാം ഈശ്വരൻ്റെ മക്കളാണ്. ഈ ബോധ്യത്തോടു കൂടി ഈ നാട്ടിൽ പ്രചരിപ്പിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരമെന്ന് പറയുന്നത്. പലവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി ജനനന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ മാനവ സംഗമം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മക്കൾക്ക് ചെയ്യുന്ന പണി മഹേശന് ചെയ്യുന്ന ആരാധനയാണ്. അതാണ് പത്തനാപുരം ഗാന്ധി ഭവനിലൂടെ അതിൻ്റെ വിവിധ ശാഖകളിലൂടെ ഭാരതത്തിലെ ഹരിജനങ്ങളുടെ ഇടയിൽ, ഗിരിജനങ്ങളുടെ ഇടയിൽ, മലയോര പ്രദേശങ്ങളിൽ, കടലോര പ്രദേശങ്ങളിൽ, ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ മനുഷ്യരെ അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കിക്കൊണ്ടത് പരിഹരിക്കുവാൻ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമമാണ് പത്തനാപുരം ഗാന്ധി ഭവനിലൂടെ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മെ എല്ലാവരെയും ഇവിടെ ഒന്നിപ്പിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് ബൈബിളിലൂടെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പറയുകയാണ്. എല്ലാവർക്കും ഭയമാണ്. പഞ്ചായത്ത് ഇലക്ഷൻ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. ആർക്ക് എവിടെയൊക്കെ ഭൂരിപക്ഷം ഉള്ളതെന്നൊക്കെ പറയുന്നെങ്കിലും ഒരു ഭരണം രൂപീകരിക്കുവാനുള്ള അംഗസംഖ്യ ഇല്ല എന്ന് കാണുന്ന ഈ കേരള സംസ്ഥാനത്തിൽ കടമെടുക്കുവാൻ, അതിനെന്തെല്ലാം വഴികളുണ്ടോ അത് കണ്ടെത്തുവാൻ, ഏത് മാർഗവും സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന ഈ അവസരത്തിൽ നീതിബോധത്തോടെ, ധാർമ്മികതയോടെ, സത്യത്തിൽ അധിഷ്ഠിതമായ സനാതന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക ഭാരതീയ കടമയാണ് എന്ന് ഈ അവസരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഭയമാണ്. എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊരു സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു. എന്ത് ക്രൂരമായ ഒരു സംഭവമാണ് ഇവിടെയൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മാവേലിക്കരയിലും ആലപ്പുഴയിലും ഹരിപ്പാട്ടുമൊക്കെ ഈ അടുത്ത ദിവസങ്ങൾ നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് മാതാപിതാക്കളെ ഭയം, മാതാപിതാക്കൾക്ക് മക്കളെ ഭയം, അയൽവക്കക്കാരെ ഭയം, വിവിധ പ്രത്യയ ശാസ്ത്രക്കാരെ ഭയം. അങ്ങനെ പകയുടെയും വഞ്ചനയുടേതുമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും സാഹോദര്യത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ്. ഇന്ത്യ മഹാരാജ്യം എൻ്റെ അമ്മയാണ്, ഈ അമ്മയുടെ മക്കളാണ് ഞങ്ങൾ. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു ജീവിക്കുന്ന ഒരു വലിയ മഹത്തായ സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനം ഈ ഭാരതത്തിലുണ്ട്. ആ അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം എല്ലാവരും ഒറ്റക്കെട്ടായി വിഭാഗീയതയ്ക്കപ്പുറമായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖമാർ യേശുക്രിസ്തുവിൻ്റെ ജനനസമയത്ത് പറഞ്ഞതുപോലെ ആർക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക? സോമരാജൻ സാറിനെ പോലുള്ള മഹത്വങ്ങൾക്ക് മാത്രമേ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുള്ളൂ. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്ന, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന മനോഹരമായ ഒരു പ്രസ്ഥാനം ഈ പത്തനാപുരത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ വളരെ സുസ്ഥിരമായ രീതിയിൽ എല്ലാവരുടെയും സഹകരണത്തോടെ, കോഓപ്പറേഷനോടുകൂടി. ഇന്ന് ഓപ്പറേഷൻസ് കൂടുതലുണ്ട്, കോഓപ്പറേഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി നിന്നുകൊണ്ട് മനുഷ്യരാശിക്ക് ചെയ്യുന്ന സേവനത്തെ ഈശ്വര ആരാധനയാക്കി മാറ്റുമ്പോൾ ദൈവം മഹത്വപ്പെടുകയാണ്, മനുഷ്യരുടെ സന്തോഷം വർദ്ധിക്കുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള ബോധാനന്ദ തീർത്ഥാടന സ്വാമി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ എന്ത് വലിയ സന്തോഷമാണ്. ഈ സന്തോഷമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഈ സന്തോഷം പകർന്നു കൊടുക്കുവാനാണ് യേശുക്രിസ്തു മനുഷ്യനായി കടന്നു വന്നത്. എല്ലാവർക്കും സന്തോഷം, കാരണം ദൈവം നമ്മോടുകൂടെ. അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സോമരാജൻ സാറിലൂടെ, ഇവിടുത്തെ പ്രവർത്തകരിലൂടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ ഈ മാനവ സംഗമം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളേവരുടെ അനുവാദത്തോടു കൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കും.